4G ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് പബ്ജിനെക്കാട്ടിയും അടിപൊളി ഗെയിമാണോ, ഫ്രീ ഫയറിനെക്കാട്ടിയും അടിപൊളി ഗെയിമാണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ 4Gൻ്റെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഇപ്പോൾ 4G ഗെയിം ഓപ്പൺ ചെയ്തതും ആദ്യം തന്നെ നമുക്ക് എൻകോർ ഗെയിംസ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 4G ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പ്ലേ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പേരൊക്കെ മുമ്പ് രജിസ്റ്റർ ചെയ്തു, പിന്നെ പ്ലേയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്യാമ്പയിൻ, പിന്നെ ടീം ഡെത്ത് മാച്ചും ഫ്രീ ഫോർ ഓളും, അത് ടീം ഡെത്ത് മാച്ചും ഫ്രീ ഫോർ ഓളും കമ്മിങ് സൂൺ ആണ്. ക്യാമ്പയിൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ തന്നെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്കൊരു ട്രെയിലറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. गलवान घाटी हिमालय की ऊंचाइयों पर भारतीय सीमा का एक सुदूर वीरान इलाका। कॉर्पोरल अहमद बेस को खबर देते हैं कि फॉरवर्ड पोस्ट से झंडा नदारद है। सर देखिए वहाँ और भी है। पर्वतों पर उस दिन फौजी कमांडोज अकेले नहीं थे। दुश्मन सैनिकों ने गिरते पत्थरों की आग लेकर फौजी यूनिट पर धावा बोल दिया। कमिंग बेस कैंप, स्क्वाड 3 का भारतीय क्षेत्र में घुसपैठियों से सामना हुआ। रिपीट, स्क्वाड 3 का दुश्मनों से सामना हुआ। लेफ्टिनेंट सिंह की पेट्रोल 3 टीम को जिस आखिरी विरोधी का सामना करना पड़ा वो थे भूस्खलन से घिरे पत्थर और चट्टान। और फिर अंधेरा छा गया। 6 घंटे बाद जब लेफ्टिनेंट सिंह की आंख खुली तो उनका सर चकरा रहा था। पहाड़ से हुई पत्थरों की उस बौछार से खरोचों और घावों के साथ उनके सर पर भी चोट आई थी। अहमद, ढिल्लो, रवि। फिर भी उनकी हालत उन दोनों फौजी भाइयों से बेहतर थी जो उनके पास बर्फ में शहीद हो चुके थे। कम से कम वो जिंदा तो थे। भारतीय सेना बिना लड़े कभी हार नहीं मानती और फौजी कभी पीछे नहीं हटता। ये लड़ाई ऐसे खत्म नहीं होगी। मैं ऐसा होने ही नहीं दूंगा। बहादुरी, भाईचारे और भारत के लिए फौजी। അപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ജോയ്സ്റ്റിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ജോയ്സ്റ്റിക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആൾക്കാർ വരും, നമ്മൾ അവരിനൊക്കെ ഫൈറ്റ് ചെയ്യണം. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ. ഓക്കെ, നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഗണ്ണും ആയുധങ്ങളൊന്നും ഈ ഒരു ആദ്യത്തെ ഒരു വിഭാഗത്തിലില്ല. ഓക്കെ, നമ്മളിങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ അവരിനൊക്കെ തോൽപ്പിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഹെൽത്ത് മേലെ കാണാൻ സാധിക്കും പച്ച കളറിൽ. നമുക്ക് മേലെ നമ്മുടെ ഹെൽത്ത് പച്ച കളറിലും കാണാൻ സാധിക്കും. നമ്മൾ അവരിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോകാനുള്ള ഒരു 1000 മാർക്ക് ഉണ്ട്. അവിടെ ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാൻ പ്ലേസ് ഉണ്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. ഓക്കെ, അവർ പറഞ്ഞൊരു സ്ഥലത്തേക്ക്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ തീ കാണാൻ സാധിക്കും. ആ തീ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് കൂട്ടാം. ഓക്കെ, ഞാൻ പറഞ്ഞു പച്ചയാണ് നമ്മുടെ ഹെൽത്ത് എന്ന്. ആ പച്ച കൂടുന്നത് കാണാം. ആ തീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് കൂടും. ഓക്കെ, അതാണ് ആ തീ. ഓക്കെ, അതിൻ്റെ അടുത്ത് പോയി നമ്മൾ നമ്മുടെ ഹെൽത്ത് എത്രയുണ്ട് അതിനനുസരിച്ച് സമയത്തിൽ നമ്മൾ അവിടെ ഇരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മേലെ തന്നെ ഇവിടെ കൗണ്ട് ഡൗൺ കാണാൻ സാധിക്കും. കൗണ്ട് ഡൗണിൽ ടൈം, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ മിഷൻ പൂർത്തീകരിക്കുന്നതാണ് മേലത്തെ ആ കൗണ്ട് ഡൗണിൽ എഴുതി കാട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മേലെ ഇവിടെ ചെക്ക് പോയിന്റുകൾ കാണാൻ സാധിക്കും. അതൊക്കെ ഓരോ ചെക്ക് പോയിൻ്റാണ്. ഓക്കെ, ആ പോസ്റ്റ് ബട്ടൺ അല്ല, പോസ്റ്റ് ബട്ടൺ അല്ലാത്ത ഓരോ ചെക്ക് പോയിൻറ്റ്സാണ്. നമ്മൾ ഓരോ ചെക്ക് പോയിന്റ് ഓരോ ഭാഗത്ത് റീച്ച് ആകുമ്പോൾ ഒരു ചെക്ക് പോയിന്റ് അത് മാറുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും തരണം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ചെക്ക് പോയിന്റ് റീച്ച്ഡ് എന്ന് എഴുതി കാട്ടാൻ സാധിക്കും. അപ്പോൾ ചെക്ക് പോയിന്റ് എത്തി. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഔട്ടായ, അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നെങ്കിലും ഔട്ടായ ഫസ്റ്റ് തൊട്ടാണ് വരിക. ഓക്കെ, അതേസമയത്ത് നമ്മൾ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടാണ് ഔട്ടാണെങ്കിൽ, ചെക്ക് പോയിന്റ് എത്തിയതിന് ശേഷം ഔട്ടാകുകയാണെങ്കിൽ നമ്മൾ ആ ചെക്ക് പോയിന്റ് മുതൽ കളി വരും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ വീണ്ടും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തേണ്ടി വരും. അതേസമയത്ത് നമ്മളിപ്പോൾ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടൊക്കെയാണ് ഔട്ടാണെങ്കിൽ ആ ചെക്ക് പോയിന്റ് മുതലായിരിക്കും കളികൾ വരിക. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും അടുത്ത ചെക്ക് പോസ്റ്റ് എത്താനായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെക്ക് പോസ്റ്റിൽ എത്തിയത് സ്പോട്ടിൽ നമുക്കൊരു ട്രെയിലറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. हो सकता है कि लेफ्टिनेंट सिंह का स्क्वाड वहां कैद हो। एक टेंट लालटेन की रोशनी में चमक रहा है। ये तलाश शुरू करने के लिए एक अच्छी जगह हो सकती है। उस छोटे से टेंट की तंग जगह में एक साइड टेबल, एस्ट्रे, एक जलती हुई सिगरेट और कुछ बक्सों के ऊपर गैस वाली लालटेन रखी थी। पर सबसे जरूरी था एक कैदी जो रस्सी से बंधा हुआ था। रवि, लेफ्टिनेंट सिंह की टुकड़ी का सबसे कम उम्र का जवान, जिसे इतनी बुरी तरह पीटा गया कि उसका चेहरा काला और नीला पड़ गया। उसमें शायद थोड़ा होश बाकी था। सर, उन्होंने दूसरों को बंदी बना दिया। रवि ने कहा, रिपोर्ट बाद में फौजी, पहले तुम्हें छुड़ाना होगा। नहीं सर,
दूसरों को आपकी मुझसे ज्यादा जरूरत है। मैं किसी को पीछे नहीं छोड़ता फौजी। लेफ्टिनेंट सिंह रवि के पैरों से रस्सी खोलने लगते हैं। देर हो गई सर, पीछे देखिए। एक दुश्मन सिपाही टेंट में आता है और लेफ्टिनेंट सिंह को पीछे से पकड़ लेता है। टेंट में उनके बीच संघर्ष होता है और बक्से गिर जाते हैं। बक्सों पर रखी लालटेन गिरकर टूट जाती है और उससे गैस निकलने की आवाज के साथ हवा में बदबू फैल जाती है। रवि निकलो यहाँ से। लेफ्टिनेंट सिंह रवि को खोलना चाहते हैं पर देखते हैं कि वो बेहोश है। रवि, कोई प्रतिक्रिया नहीं। लेफ्टिनेंट सिंह लड़ रहे थे पर जवान तब तक बुरी तरह बेहोश हो गया था। लेफ्टिनेंट सिंह उस जलते टेंट से बच निकले। नहीं सर, दूसरों को आपकी मुझसे ज्यादा जरूरत है। रवि के ये शब्द लेफ्टिनेंट सिंह के कानों में गूंज रहे थे। വീണ്ടും നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത ചെക്ക് പോസ്റ്റിലും. നമുക്ക് ഈ ഒരു ഗെയിമിൽ ഞാൻ ഇതുവരെ കളിച്ചതിൽ എനിക്ക് ഇതുവരെ നമുക്ക് ഗൺസ് ഉപയോഗിക്കുന്നത് ഒരു ഇതും കണ്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ആയുധങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു ഇപ്പോൾ നമ്മുടെ എനിമീസിൻ്റെ ആയുധങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഗൺ ഉപയോഗിക്കുന്നത് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മറ്റുള്ള ആയുധം കൊണ്ടും നമ്മൾ കൈ കൊണ്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് പബ്ജി, ഫ്രീ ഫയറിലൊക്കെ നമുക്ക് ടോക്കുകളുണ്ട്, ഓക്കെ, ഗൺസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഗണ്ണൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഷാഡോ ഫൈറ്റിന് പോലെയുള്ള കൈ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിന് കുറച്ച് നിശ്ചിത സമയമുണ്ട്. ഇപ്പോൾ തോക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ തോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, തോക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ ബുള്ളറ്റ് കഴിയുന്ന വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് അതിൽ നിശ്ചിത ഒരു സമയം വരെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ഇത്ര നോക്കൂ, ഇപ്പോൾ ഞാൻ ഒരു ആയുധം എടുക്കാം. ഓക്കെ, ഞാൻ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരാളിനെ വെട്ടുമ്പോൾ, ഇപ്പോൾ ഒരാളിനെ നമ്മൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കത് കുറയുന്ന കാണാം, ആയുധത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്ന കാണാം. ഓക്കെ, അത് കുറഞ്ഞ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ആയുധം പോയി. പിന്നെ നമ്മൾ കൈ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഫസ്റ്റ് മിഷനാണ് നമുക്കിപ്പോൾ കളിക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ. കൂടുതലായിട്ട് കളിക്കാനുള്ള ടൈമൊന്നും നമുക്കിപ്പോൾ ആദ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്രകാരം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓവറോൾ ഇത്രയും നേരം കളിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും പബ്ജിക്ക് പകരമാകില്ല 4G എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്കറിയാം പബ്ജി പറയുന്നത് GB ലെവലാണ് വരുന്നത് അതിൻ്റെ സൈസ് വേണ്ടിട്ട്. ഇപ്പോൾ നമുക്ക് 4Gൻ്റെ സൈസ് വേണ്ടി ഏകദേശം 400 സംതിങ് MB ഉള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പബ്ജിൻ്റെ അത്രയൊന്നും ഒരിക്കലും 4G ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരില്ല. ഓക്കെ, പബ്ജിൻ്റെ അത്രയ്ക്കൊന്നും ഇപ്പോഴത്തെ 4G ഇപ്പോൾ റിലീസായിട്ടുള്ള 400 സംതിങ് MB ഉള്ള 4G ഒരിക്കലും പബ്ജിൻ്റെ അത്രയൊന്നും വരില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പബ്ജി പറയുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ ഈ ഒരു 4G ഗെയിമിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയറും 4G ഒക്കെ ഏകദേശം MB ലെവലാണ്. ഓക്കെ, എന്നാൽ പോലും ഫ്രീ ഫയർ ആണ് 4Gനെക്കാട്ടി ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഫ്രീ ഫയർ കളിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും 4G കളിക്കുമ്പോൾ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫ്രീ ഫയർ കളിക്കുമ്പോൾ നമുക്ക് സംസാരിച്ചൊക്കെ കളിക്കാം. ഫ്രീ ഫയർ PUBG ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരുമൊത്തൊക്കെ സംസാരിച്ചൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കളിക്കാൻ സാധിക്കും. പക്ഷേ ഈ 4Gയിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് കളിക്കാനുള്ള ഓപ്ഷനൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 4Gയിൽ തന്നെ കമ്മിങ് സൂൺ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, ടീം ഡെത്ത് മാച്ചും പിന്നെ വേറൊരു സംഭവം. സോ അതിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ 4G എൻകോർ ഗെയിംസ് കൊടുക്കുകയാണെങ്കിൽ, 4Gയിലോട്ട് എൻകോർ ഗെയിംസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 4G ഇമ്പ്രൂവ് ചെയ്ത് വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ 4G ഗെയിമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പബ്ജിൻ്റെ ഫ്രീ ഫയറിൻ്റെ അടുത്തൊന്നും 4G എത്തില്ല. ഇപ്പോൾ റിലീസായിട്ടുള്ള 4G എത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.